Not E note. Not taking the result. Okay. Note taking and note making. Note taking and note making. N-O-T-E, note. Note taking, note making. Got it? Note taking and note making. എഴുതിക്കൊണ്ടേയിരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. എപ്പോഴും പഠിക്കും. നിങ്ങളൊന്നും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അവരെ നോട്ട് തരുമ്പോഴാണ് നിങ്ങൾ എടുക്കുക. അതിനു മുമ്പ് കുറെ ക്ലാസ് എടുക്കുന്നതൊക്കെ വേസ്റ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവാത്ത കുറെ വാക്കുകൾ ഉണ്ടാവും. ഒക്കെ മനസ്സിലായിട്ടാണോ എഴുതുന്നത്? അപ്പൊ മനസ്സിലാവാത്ത സംഭവം നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, നിങ്ങളൊക്കെ ബുദ്ധിയിൽ പഠിക്കണം എന്നൊക്കെയാണ് ചെയർമാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? മനസ്സിലാക്കണം എന്നാണ്. മനസ്സാണോ ബുദ്ധി? അപ്പൊ എവിടെയാ പഠിക്കേണ്ടത്? മനസ്സിൽ ആക്കി പഠിക്കണം, ബുദ്ധിയിൽ ആക്കി പഠിക്കരുത്. ഇതൊക്കെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 100 പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്കതില്ല എങ്കിൽ എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. കാരണം ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എഴുതണം. ആ കഴിവുണ്ടായാലേ അത് ശീലമാവുള്ളൂ. ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് എഴുതുന്ന സ്വഭാവം ഇല്ലെങ്കിൽ എന്ത് പറ്റും? അയാൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഒന്നും കൂടി പറയോ, നോട്ട് എഴുത്തരോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആ പറയുന്നതാണ് എഴുത്ത്. ഒരു പ്രസ് റിപ്പോർട്ടർ ഇവിടെ വന്നിട്ട് കുറെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പോകും. നാളെ രാവിലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതും, എന്താണ് പറഞ്ഞത്. എങ്ങനെയാ പറയണേ? ഒരു പ്രാവശ്യം കേട്ട അയാൾക്ക് എഴുതാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ആ കഴിവുണ്ടാവും. അപ്പോഴേ റൈറ്റേഴ്സ് ആവും. എഴുത്തുകാരാവണമെങ്കിൽ അങ്ങനെയാവും. മനസ്സിലായോ? ഞാൻ ഫിജിയിൽ പോയി. ഇന്ത്യൻ ഓഷ്യൻ എഴുതണം. ഫിജിന്ന് അപ്പം എഴുതണം. കാരണം അടുത്തത് ഞാൻ അതിന്റെ ജിയോഗ്രഫിയാ പറയണത്. പുതിയ രാജ്യം പഠിക്കുകയാണ് നിങ്ങൾ. ജിയോഗ്രഫിയാ പഠിപ്പിക്കണേ. ഫിജി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ കഴിഞ്ഞു. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റിലാണ്. ഈസ്റ്റിലാണോ? ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ? ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യയുടെ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? എവിടെയാ? സൗത്ത് ഈസ്റ്റ് ആണ്. ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും. ബേ ഓഫ് ബംഗാൾ ചെറിയ ബേ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ആ ഭൂമിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ സീയുടെ ഭാഗത്തിനെയാണ്, ഓഷന്റെ ഭാഗത്തിനെയാണ് ബേ എന്ന് പറയാം. ആ ബേ ഓഫ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഓഷൻ തന്നെയാണ്. എവിടെ? കുറേ ദൂരം. എവിടെ വരെ? ഫിജി വരെ. ആ ഫിജി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അത് കഴിഞ്ഞാൽ വെസ്റ്റ് ആയി. ഈസ്റ്റ് നിന്ന് പോയിട്ട് വെസ്റ്റ് ആവും. ഭൂമി ഉരുണ്ടിട്ടല്ലേ? അപ്പൊ ഈസ്റ്റ് നിന്ന് പോയാലും വെസ്റ്റ് പോവാം. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കണ്ടുപിടിച്ചോളണം ഫിജി എവിടെയാണ്. അപ്പൊ നമ്മൾ 48 മണിക്കൂർ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് അവിടെ പോവാം. അവിടെ പോയി ഞാൻ ഓരോ സ്ഥലവും കാണുമ്പോൾ എഴുതി വെച്ചില്ലെങ്കിൽ അന്നൊന്നും ഗൂഗിൾ മാപ്പില്ല. ഞാൻ എവിടെയാ ഇറങ്ങിയ എയർപോർട്ടിന്റെ പേര് ഇപ്പൊ ചോദിച്ചാൽ മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യും? തിരിച്ചു വന്ന ഉടനെ ഒരു കവിത എഴുതും. അപ്പൊ എന്റെ ട്രാവലോഗ് ഒരു കവിതയാണ്. അവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ കണ്ട ഡ്രസ്സുകൾ, ഇപ്പൊ നിങ്ങളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും മുകളിൽ ഫുൾ ചെമ്പരത്തി പൂവാണ്. ഷർട്ടിന്റെ മുകളിൽ ഒറ്റപ്പൂവേ ഉണ്ടാവും, വലിയ പൂവ്. ആലോചിച്ച് നോക്ക്, ഇവിടെയൊക്കെ എല്ലാവരും ഒരു ചെമ്പരത്തി പൂവിന്റെ പ്രിന്റ് ഉള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. മുകളിലുള്ള ഭാഗം ടോപ്പൊക്കെ എന്താണ്? ഒരു ചെമ്പരത്തി പൂ. ബാക്കിൽ ഒരു ചെമ്പരത്തി, മുമ്പിൽ ഒരു ചെമ്പരത്തി. കൈയിന്റെ ഭാഗത്ത് ചെമ്പരത്തിയുടെ ഒരു ചെറിയൊരു പൂവ്, കംപ്ലീറ്റ് റെഡ്. ഗോട്ട്. താഴത്തെ ഭാഗം ബ്രൗണിഷ് കളറുള്ള, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ ഒക്കെ തണ്ടിന്റെ കളറില്ലേ, ആ പാന്റ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരൊക്കെ ആരായിട്ട് എനിക്ക് തോന്നി? ചെമ്പരത്തി പൂക്കളായിട്ട്, ചെമ്പരത്തി ചെടിയായിട്ട്. അന്ന് കവിത എഴുതി. അപ്പോ ആ സമയത്ത് കണ്ട രംഗം എഴുതി വെച്ചില്ലെങ്കിൽ മറന്നു. അപ്പൊ ഈ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു അസൈൻമെന്റ് ഉണ്ട്. എന്താണ്? നല്ലൊരു നോട്ട് ഉണ്ടാക്കുക, എന്താണ് ഇവിടെ പഠിച്ചത്, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. അത് പ്രിന്റ് ചെയ്തിട്ട് ഞാനൊക്കെ 30 ദിവസത്തെ ക്യാമ്പൊക്കെ നടത്തും ഇരിങ്ങാലക്കുടയിലൊക്കെ. 10-30 ദിവസത്തെ ക്യാമ്പ്, 19 പിള്ളേര്, 32 പിള്ളേരുണ്ട്. അതിൽ 17 പിള്ളേർ ഐസറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സയൻസ് പഠിക്കാൻ IISER. അവിടെ എന്റെ 32 പിള്ളേരിൽ ക്യാമ്പ് നടത്തിയതിൽ 17 പിള്ളേർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ മാറ്റം. ആ അന്ന് ഉണ്ടാക്കിയ എല്ലാ സംഭവവും കൂടി ഒരു നോട്ടാക്കിയിട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ഒരു ക്യാമ്പിന്റെ ഓർമ്മക്കുറിപ്പ്. നിങ്ങളുടെ ക്യാമ്പിന്റെ ഓർമ്മക്കുറിപ്പ് എന്തായിരിക്കും? ഒരു പടം. മനുഷ്യന്മാർ ചത്തു കഴിഞ്ഞാൽ ഒരു പടം തൂക്കി വെക്കില്ലേ? കാരണം ചത്തുപോയി പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് പോരാ. നല്ല പഠനം എന്ന് പറഞ്ഞാൽ നല്ല നോട്ട്. ആ നോട്ട് എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാനുള്ള കഴിവ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഇത് 2 പ്രാവശ്യം കേൾക്കും. കാരണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലിടുന്നു. ഇതൊരു പടം, ഇതൊരു പടം, രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഓഡിയോ ശരിയല്ലെങ്കിൽ അതും കൂടി മിക്സ് ചെയ്യണം, അതിനെ എൻഹാൻസ് ചെയ്യണം. ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടാ ചെയ്യണത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഞാനിത് എത്ര പ്രാവശ്യം കേൾക്കുന്നുണ്ടാവും? 2-3 പ്രാവശ്യം കേൾക്കണ്ടേ? അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആരാ? ഞാൻ തന്നെയാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ വഴക്ക് പറയരുത്. എന്താ കാരണം? അങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ വെച്ചു. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇവിടെ നാളെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നെ നാളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു കാലത്ത് ആലോചിക്കും, ആവായിരുന്നു അല്ലേ, ഒരു സ്ഥലത്ത് പോലും വൈകിപ്പോയിട്ടില്ല. അന്ന് ഞാൻ ഇവിടെ വരാൻ വേണ്ടി ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ മകന്റെ വൈഫിന്റെ അമ്മുമ്മ ഇവിടെ തൊട്ടടുത്താ താമസിക്കുന്നത്. മുട്ടന്നൂരാണ്. മട്ടന്നൂരല്ല, മുട്ടന്നൂർ. അവിടെ അവര് ഭക്ഷണവും ചായയൊക്കെ ആക്കി. ഞാൻ സമയമില്ല എനിക്ക് ഒരു പ്രോഗ്രാമിന് പോകാനുണ്ട്, ക്ലാസ്. എന്നിട്ട് അവര് എവിടുന്ന് മേടിച്ചു വെച്ചതാ, വയസ്സായ സ്ത്രീയാ. ആ മേടിച്ചു വെച്ചത് ഫുൾ പാക്ക് ചെയ്ത് തിന്നാൻ സമയമില്ലാത്തത്. എന്നിട്ട് ഇവിടെ വരുമ്പോഴോ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കാണ്. എന്തിനു വേണ്ടിയാ? ഇറ്റ് ഡസന്റ് ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ അടുത്ത് നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം, കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടില്ല. ഡോക്ടർ TPS പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അടിക്കും നിങ്ങൾ. കുറേ ഇന്റർവ്യൂ കാണാം. ആ ലാസ്റ്റ് ഇന്റർവ്യൂ ആസ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവരുടെ പേരെന്താണ്? റൈറ്റ് ബുദ്ധൂസുകളെ, അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും. ASMA, ആസ്മ. ഞാൻ ആ ഇന്റർവ്യൂവിന് മുമ്പ് ആ കുട്ടിയോട് ചോദിച്ചത്, ആസ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അസുഖത്തിന്റെ പേരാണ്, വലിവ് അല്ലേ? ആരെങ്കിലും പേരിടോ കുഞ്ഞിക്ക് ആസ്മ? ആസ്മ എന്നുള്ള പേര് എവിടുന്നാ കിട്ടിയത്? എന്താ അതിനർത്ഥം? മനസ്സിലാവുണ്ടോ? ഒരു പേര് കേട്ടാൽ എന്ത് ചെയ്യണം? ഉടനെ അർത്ഥം. അപ്പൊ എനിക്കറിയണം ഉറുദുവില് അറബിക്കില് ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്. അറിയോ നിങ്ങക്ക്? അതിന് ഇക്വലന്റ് ആയിട്ട് ഭാരതത്തിലൊരു ഭാഷയുണ്ട്, ആസ്മാൻ അല്ലേ? ആസ്മാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലല്ലേ? ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ സക്സസ് അല്ലേ? നമ്മുടെയൊക്കെ ആഗ്രഹം മുകളിൽ പോകണമെന്നല്ലേ? അപ്പൊ ആസ്മ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ASMA, ആസ്മ എന്ന് പറഞ്ഞാൽ സക്സസ് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു വാക്ക്, ഒരു പേര് കേൾക്കുമ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്കറിയുന്ന അറിവുകളുമായി ലിങ്ക് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ആസ്മ എന്ന് എഴുതാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ കുട്ടി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ ഫേസ്ബുക്കിൽ കുറെ റിക്വസ്റ്റ് വരും. ഒരു ദിവസം നോക്കിയാൽ 10 എണ്ണം വരും, എല്ലാ ദിവസവും വരും. കാരണം ഇവര് ബാക്കിയുള്ളവരോട് കാണുമല്ലോ, അവർക്കും ആഗ്രഹം. ഞാൻ എല്ലാം റിജക്ട് ചെയ്യും, ഒന്നും ആക്സെപ്റ്റ് ചെയ്യും. ആ കുട്ടിയോടും പറയുന്നുണ്ട്, നിന്റെ ഞാൻ റിജക്ട് ചെയ്തതല്ലേ, കണ്ണ് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ മുറിക്കുക. ഫൈൻ. എന്തിനാ റിജക്ട് ചെയ്തത്? വിടാതെ മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സ്വഭാവമുള്ളവർക്കേ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തോണ്ടി തന്നെയല്ല നമ്മുടെ പണി. മനസ്സിലാവുണ്ടോ? ഒരു പ്രാവശ്യം റിജക്ട് ചെയ്ത് എന്ത് ചെയ്യരുത്? ഒരു വലിയൊരു കല്ല് ഒരടി അടിച്ച് പൊട്ടിയില്ലെങ്കിൽ വിടരുത്. എന്ത് ചെയ്യണം? എത്ര പ്രാവശ്യം അടിക്കണം? വിവരമില്ലാത്തവർ അത് ചെയ്യും. വിവരമുള്ളവർ എന്ത് ചെയ്യും? കല്ലിന്റെ ഫുൾ ഭാഗം നോക്കി എവിടെ അടിച്ചാ പൊട്ടുന്നു കണ്ടുപിടിച്ചിട്ട് അവിടെ അടിക്കും. കുറേ പ്രാവശ്യം അടിക്കുന്നതിന് ഹാർഡ് വർക്ക് എന്നാ പറയാം. നിങ്ങളുടെ കുറേ മാഷന്മാരും വീട്ടിലൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും, യു ഷുഡ് ഡു ഹാർഡ് വർക്ക് അല്ലേ? മണ്ടന്മാർ. ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ്. എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും അറിയാം. ഒരു പാത്രം കഴുകാൻ ഏൽപ്പിച്ചാൽ അതിനെ കൊണ്ട് ഇങ്ങനെ ഉരച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. അതേ സമയത്ത് വിം ഉപയോഗിച്ചാൽ
ഞാൻ മിമ്മിന്റെ അഡ്വർടൈസ്മെന്റ് വന്നൊന്നാണ്. എന്തെങ്കിലുമൊക്കെ പൗഡേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എളുപ്പം തീരും അല്ലെ? അത് ഉപയോഗിക്കാനുള്ള അറിവിനെയാണ് സ്മാർട്ട് വർക്ക്. ഇപ്പൊ സ്മാർട്ട് ആവണമെങ്കിൽ അറിവുണ്ടാവും. അണ്ടർസ്റ്റുഡ്? എവിടെ, എങ്ങനെ, എപ്പോ, എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. അതിനാണ് വിവരം എന്ന് പറയാം. വിവേകം, പ്രാക്ടിക്കൽ നോളജ്. വിവേചനം, എവിടെ എന്ത് ഉപയോഗിക്കണം. വിവേചന ബുദ്ധി. വിവേചനം പാടില്ല എന്നാണ് പറയാം അല്ലെ? വിവേചനം വേണം. വിവേചനം ഇല്ലെങ്കിൽ വേണ്ടാത്തടത്തൊക്കെ ഇങ്ങനെ പോയി ക്ലാസ് എടുക്കണ്ട്. വിവേചനം ഉണ്ടായാൽ ഇങ്ങനെ റിക്വസ്റ്റ് വരുമ്പോഴേ പറയും ഞാൻ വരില്ല. പിന്നെ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം? 2 ദിവസം വെറുതെ വീട്ടിലിരിക്കേണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. ഇപ്പൊ ഇവള് നാളെ അമേരിക്കയിൽ പോയി അവിടെ പ്രൊഫസർ ആയിരിക്കും. ഡോക്ടർ TPS അവിടെ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കും. അങ്ങനെയാണ് എന്റെ കുട്ടികൾ താമസിച്ചത്. അങ്ങനെയാണ് 2 പ്രാവശ്യം പോയത് അമേരിക്കയിൽ. 6 മാസം പോയി താമസിക്കുന്നതൊക്കെ എന്റെ സ്റ്റുഡൻസിന്റെ കൂടെയാണ് പോകുന്നത്. മനസ്സിലാവുണ്ടോ? പിന്നെ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ കാഠ്മണ്ഡുവിൽ ക്ലാസ് എടുക്കാൻ പോയി. എവിടെ? കാഠ്മണ്ഡു, നേപ്പാൾ. അപ്പൊ അവര് ചോദിച്ചു നമുക്ക് ട്രിപ്പ് പോയാലോ. എനിക്ക് ആ ട്രിപ്പിനൊന്നും താല്പര്യമില്ല. സ്ഥലം കാണാൻ പോകാൻ താല്പര്യമില്ല. ആ സമയം എന്തെങ്കിലും വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. എപ്പോഴും അങ്ങനെ. ഇപ്രാവശ്യം ലുധിയാന പോയാലും എവിടെയെങ്കിലും സൈറ്റ് സീയിങ് വണ്ടി റെഡിയാണ്. നമ്മൾ വേണ്ട, ഞാൻ റൂമിലിരുന്നോളാം, നമുക്ക് എന്തെങ്കിലും പണിയുണ്ട്. അങ്ങനെ നോന്ന് പറയല്ല. നമ്മൾ നല്ല സ്പെഷ്യൽ സ്ഥലത്താ കൊണ്ടുപോകണം. എവിടെയാ? എവറസ്റ്റിലാ കൊണ്ടുപോകണം. അങ്ങനെ എവറസ്റ്റ് പോയി. അത് റയറായിട്ട് കിട്ടുന്ന ചാൻസ് ആണ്. കാഠ്മണ്ഡു ഞാൻ പണ്ട് പോയിട്ടുണ്ട്. പിന്നെ കാഠ്മണ്ഡുവിൽ കാണാനൊന്നുമില്ല. അവിടുന്ന് പിന്നെ അവിടെ പോകണം, എവറസ്റ്റ് പോകണം. പണ്ട് കാഠ്മണ്ഡു പോയത് കൈലാസത്ത് പോകാനാണ്. അപ്പൊ യാത്ര ചെയ്യണം. എങ്ങനെ ചെയ്യണം? എനിക്ക് ലുധിയാനകളൊന്നും കാണാനില്ല. കാരണം എന്താ? അമൃത്സറിൽ പണ്ട് പോയിട്ടുണ്ട് 2-3 പ്രാവശ്യം. അമൃത്സർ ഡോക്ടർ TPS അടിച്ച നല്ല റീല് കാണും. അവിടെയാണ് അമൃത്സറിൽ എന്താ പ്രസിദ്ധിയായിട്ടുള്ള സ്ഥലം ഉള്ളത്? ഗോൾഡൻ ടെമ്പിൾ. പിന്നെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാഗാ ബോർഡർ. അവിടെ നിന്ന് പിന്നെയും പോകണം 15 കിലോമീറ്റർ. ജാലിയൻ വാലാബാഗ്. ലുക്ക് അറ്റ് ഡോക്ടർ TPS ജാലിയൻ വാലാബാഗ്. അതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കി. അത് ഉണ്ടാക്കി ഇട്ടതുകൊണ്ട് എന്താ ഗുണം? ജാലിയൻ വാലാബാഗിൽ ട്രസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ഇപ്പോഴത്തെ അയാളുടെ അപ്പൂപ്പൻ അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട് പണ്ട്. അയാൾക്ക് അത്ഭുതമായി. സൗത്ത് ഇന്ത്യയിലെ ഒരു സയന്റിസ്റ്റ് ജാലിയൻ വാലാബാഗിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി. അയാൾ വിളിച്ചു തന്നെ. വളരെ വളരെ സന്തോഷം. എപ്പോഴെങ്കിലും ജാലിയൻ വാലാബാഗിൽ വരുമ്പോൾ കാണണം. കാരണം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ജാലിയൻ വാലാബാഗ് വന്നിട്ട് വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടാവും, ബ്ലോഗ് ഉണ്ടാക്കുന്ന ആൾക്കാരും തമാശ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള അതിൽ കുറെ ഹിസ്റ്ററി ഉണ്ട് ജാലിയൻ വാലാബാഗിനെ കുറിച്ച്. അപ്പൊ കണ്ടാ അറിയാവുന്ന ജാലിയൻ വാലാബാഗിന്റെ സിനിമ കണ്ടിട്ട് 2-3 ഡോക്യുമെന്ററികൾ. ശശി തരൂരാണ് ജാലിയൻ വാലാബാഗിനെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിന്റെ MP ആണ് ജാലിയൻ വാലാബാഗിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫിക്കേഷൻ ആക്കാൻ വേണ്ടി പാർലമെന്റിൽ വാദിച്ചാണ്. അത് അറിവുള്ളത് കൊണ്ടാണ് ഉത്തരം ഉടനെ പറയാൻ പറ്റുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒരാൾ ചെയ്തു പറയുമ്പോൾ ഞാനല്ല, ആര് ചെയ്തിട്ടുണ്ട്? ശശി തരൂർ. അതിനേക്കാളും നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാനൊരു ബുക്ക് കൊടുത്തു ശശി തരൂർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇരിക്കുമ്പോൾ ഡൽഹിയിൽ. എൻ്റെ ഒരു ബുക്ക്, കവിത, അത് കൊണ്ടുതന്നെ. പക്ഷെ നിങ്ങൾക്ക് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈഫ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പുസ്തകം. പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും വായിച്ചിട്ട് തിരിച്ചു വന്നു. 27 കവിതകളുണ്ട്, ഒക്കെ വായിച്ചു. നേരത്തെ പറഞ്ഞ ആനന്ദ ബോസിന് കൊടുത്തു. ആനന്ദ ബോസിന് കൊടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ദിവസം കളഞ്ഞു. ഈ ശശി തരൂര് 15 മിനിറ്റ് കൊണ്ട് വായിച്ച ബുക്ക് ആനന്ദ ബോസിന് ഒരു ദിവസം വേണം വായിക്കാൻ. ചോദിച്ചു ഒരു ദിവസം കളഞ്ഞു. ഒരു ദിവസം കളഞ്ഞു. അതെന്താ കാരണം എന്ന് ചോദിച്ചു. അതിനകത്തൊരു കവിതയുണ്ട്, റേസ് ഫോർ ബർത്ത് എന്ന്. എന്താണ് കവിതയുടെ പേര്? മില്യൺസ് ഓഫ് സ്പേം ഫ്രം ദ ഫാദർ. അച്ഛന്റെ അമ്മയുമായിട്ട് സന്ധിക്കുമ്പോ millions of sperm from the father get into the mother's egg and only one sperm take birth and that is me എന്നാണ് എൻ്റെ കവിത. ഈ കവിത വായിച്ച ആനന്ദ ബോസിന് നല്ല വായനക്കാരനാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ IAS-ലുള്ള ഏറ്റവും നല്ല വായനക്കാരൻ ആനന്ദ ബോസാണ്. ശശി തരൂരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം വായിച്ചപ്പോ തോന്നി ഇതേ കവിത മലയാളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ കട്ടെഴുതിയതെന്നാണ് അയാളുടെ ധാരണ. അതേ സംഭവം എഴുതിയിട്ടുണ്ട്
മലയാളം കവിതയിൽ. അയാൾക്കൊരു സ്വഭാവമുണ്ട്, പഴയ മാഗസീനൊക്കെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അയാൾ വായിച്ച മാഗസീനൊക്കെ എടുത്ത് തപ്പിയിട്ട് തപ്പാണ് ഏത് മലയാള കവിതയാണ് ഞാൻ മോഷ്ടിച്ചത്. വൈകുന്നേരം വരെ, അതാണ് ഒരു ദിവസം കളഞ്ഞത്. വൈകുന്നേരം ആകുമ്പോൾ കണ്ടുപിടിച്ചു അത് ഡോക്ടർ TPS എഴുതിയ മലയാളം കവിതയാണ്. മനസ്സിലായുണ്ടോ? മത്സരം എന്ന കവിത, മലയാളം കവിത എന്ന മാഗസീനില് പണ്ട് നിങ്ങളെ പ്രായത്തിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഭാഷാഭൂഷണിയിൽ എഴുതാറുണ്ട്. അന്നത്തെ ഏറ്റവും നല്ല മാസിക ഭാഷാഭൂഷണിയാണ്. അക്കിത്തം ഏറ്റവും നല്ല കവി എന്റെയൊക്കെ അടുത്ത സുഹൃത്താണ്. അന്ന് ഞാൻ കേൾപ്പിച്ചു. ആരെ? ഭാരരെ, ഏറ്റവും നല്ല സാഹിത്യകാരൻ, മാതൃഭൂമിയിലൊക്കെ എഡിറ്ററായിരുന്ന ആള്. ഫോണിൽ വിളിച്ചോടനെ സംസാരിച്ച റെക്കോർഡ് ചെയ്യും. ഡൽഹിയിൽ എപ്പോഴും NV കൃഷ്ണവാര്യർ. മനസ്സിലാവുണ്ടോ പറയണ? അവരൊക്കെ ആയിട്ടുള്ള ബന്ധം, അവരൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട്, അങ്ങനെ കുറേ അറിവുകളാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. യാത്ര, പഠനം അത്യാവശ്യമായിട്ട് വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് മാറാം. ആവറേജ് ആവണോ എൻ്റെ മക്കള്? എങ്ങനെ ആവണം? എക്സ്ട്രാ ഓർഡിനറി. എന്താവണം? എങ്ങനെയാവണം എക്സ്ട്രാ ഓർഡിനറി ആവാൻ? അറിവിന് എന്ത് പാടില്ല? ബൗണ്ടറീസ് പാടില്ല. എന്റെ വിഷയം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാം അറിയാം. ഏത് വിഷയത്തിലായാലും അതിന്റെ ഉള്ളറകളിലേക്ക് പോയി തപ്പി കണ്ടുപിടിക്കണം. ഖോജ് എന്നാ പറയാ. എന്താണ് ഹിന്ദിയിൽ പറയാ? ഖോജ്. ഓക്കെ. ഭാരത് ഏക് ഖോജ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കേട്ടിട്ടില്ല. എഴുതന്റെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്? യൂട്യൂബിൽ പോവാ. എല്ലാവരും കമ്പ്യൂട്ടറിലും യൂട്യൂബിലൊക്കെ കുറേ സമയം കളയണം. പക്ഷെ എന്ത് കണ്ടിട്ടാവണം? ഭാരത് ഏക് ഖോജ് കണ്ടിട്ടാണ്. പണ്ടൊന്നും ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ദുബായിലൊക്കെ പോകുമ്പോ ഇന്റർനെറ്റ് ഒക്കെ വളരെ ലാവിഷായിട്ട് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ അറിയോ? ഈ ഭാരത് ഏക് ഖോജ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു. അങ്ങനെയാണ് ഹിന്ദി പഠിക്കുക. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? ഭാരത് ഏക് ഖോജ് എഴുതിയ. ഭാരതത്തിനെ അറിയണമെങ്കിൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം, അതിനെ സിനിമയാക്കി മാറ്റിയതാണ് ഭാരത് ഏക് ഖോജ്. ഭാരതം അറിയണമെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കണം. പക്ഷെ ഭാരതം ശരിക്കറിയണമെങ്കിൽ വിവേകാനന്ദനെ പിടിച്ച് കയ്യിലടിച്ച് നല്ല മിക്സിയിലിട്ട് ജ്യൂസ് ആക്കിയിട്ട് അത് കുടിക്കാം. ആരെ? വിവേകാനന്ദൻ. കാരണം വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു നോ ഇന്ത്യ എക്സ്ക്യൂസ് മീ എന്ന്. അയാൾ തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്ത്യ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ എക്സ്ക്യൂസ് ചെയ്യാനാ പറഞ്ഞത്. നല്ല പിഴിഞ്ഞെടുത്താൽ കിട്ടും വിവേകാനന്ദൻ. ഇപ്പൊ വായിക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയണില്ല, കുറെ സമയം പറഞ്ഞ പ്രശ്നമാവും. ആവുമല്ലോ? ഇയാൾ കുറെ സമയം ടെൻഷൻ അടിച്ചിരിക്കുന്നു. ആർക്ക്? എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം? വെടിക്കട്ടാ വെടിക്കട്ടാ ചുമ്മാ പറഞ്ഞു. ഓക്കെ. നമ്മുടെ മധ്യപ്രദേശ് വർക്ക് ചെയ്യില്ല, ഉത്തർപ്രദേശ് വർക്ക് ചെയ്യും. എങ്ങനെ പഠിക്കണം? മനസ്സിൽ ആക്കി പഠിക്കണം. നിങ്ങളെല്ലാം എഴുതുക. ലേൺ ബൈ ഹാർട്ട്. ലേൺ ബൈ ഹാർട്ട്. ലേൺ ബൈ ഡാഷ് ഹാർട്ട്. ബൈ ഹാർട്ട് എന്ന് പറയരുത്. ലേൺ ബൈ ഹാർട്ട്. അർത്ഥം മനസ്സിലായോ? ലേൺ ബൈ ഹാർട്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ വേറെ ആരൊക്കെ ഉണ്ടാവോ? ഇവിടെ ഇരിക്കുമ്പോഴും മാങ്ങയൊക്കെയാണ് മനസ്സിൽ. അങ്ങനെ പാടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധ ഇവിടെ പാടുള്ളൂ. ലേൺ ബൈ ഹാർട്ട്. പറഞ്ഞുകൊണ്ടിരിക്കേ. നോട്ട് ഡോണ്ട് ലേൺ ബൈ ഹാർട്ട്. ബൈ അർത്ഥം മനസ്സിലാവില്ലേ? മനസ്സിൽ ആക്കി പഠിക്കണം. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഡോണ്ട് ലേൺ ബൈ ഹാർട്ട് എന്ന് ടീച്ചർമാരൊക്കെ പറയും. അപ്പൊ അവരോട് പറയണം ലേൺ ബൈ ഹാർട്ട്. മനസ്സ് ഇരുത്തി പഠിക്കുക. അണ്ടർസ്റ്റുഡ്? അതാണ് വേണ്ടത്.
നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, മലയാളത്തിൽ എഴുതിയാ മലയാളത്തിൽ അസുഖം അല്ലേ? എനിക്ക് ഇടയ്ക്ക് അങ്ങനെയല്ലേ ചാൻസ് കിട്ടുള്ളൂ. കേരളത്തിൽ വരുമ്പോൾ അല്ലേ മലയാളത്തിൽ എടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ചുറ്റി അടിക്കല്ലേ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ അടുത്ത ജൂണില് കൽക്കട്ട പോകണം, ജൂലൈയില് ശ്രീലങ്ക പോകണം, അതിന് ഇടയിൽ ജൂണില് ഭൂട്ടാനിൽ ആൾക്കാർ വരും പഠിക്കാൻ. കീപ് ഓൺ ട്രാവലിംഗ്. നീ എന്നോട് ഇത് ചെയ്യരുതായി. നീ എന്നോട് ഇത് ചെയ്യരുതായി, ഇപ്പൊ ചെയ്യരുതായി. നീ എന്നോട് ഇത് ഇപ്പൊ ചെയ്യരുതായി. ഈ വാക്കിന് എത്ര അർത്ഥമുണ്ടെന്ന് അറിയോ? ഈ സെന്റൻസിന് എത്ര അർത്ഥമുണ്ടെന്ന് അറിയോ? അതിൽ എത്ര വാക്കുകളുണ്ട്? 5 ഇല്ലേ? എത്രയുണ്ട്? ഉറക്കെ. അതിന് എത്ര അർത്ഥമുണ്ടെന്ന് അറിയോ? 5 അർത്ഥമുണ്ട്. നീ എന്നോട് ഇത് ചെയ്യരുത്, ഇപ്പൊ ചെയ്യരുത്. നീ എന്നോട് ഇത് ഇപ്പൊ ചെയ്യരുത്. ഇപ്പം വിജിലൊക്കെ തോന്നുന്നുണ്ടാവും, നീ എന്നോട് ഇത് ഇപ്പൊ ചെയ്യരുതായിരുന്നു. ഇപ്പൊ ചെയ്താലേ അതിന് എഫക്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ ചെവിയിൽ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? കാരണം എന്താ? അത് നിങ്ങൾക്കൊക്കെയുള്ള പാഠാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ചെവിയിലൊന്നും എനിക്ക് പറയാൻ പറ്റും. അപ്പൊ എപ്പ പറയണം? ഇപ്പൊ തന്നെ പറയണം എന്ന് വെച്ചിട്ട് പറഞ്ഞതാ. പക്ഷെ നീ പറയരുതായിരുന്നു. വേറെ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ആര് പറയരുതായിരുന്നു? നീ പറയരുത്. മനസ്സിലായിട്ടുണ്ടോ? അർത്ഥം പറയില്ലേ? ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. നീ എന്നോട് ഇത് പറയരുതായിരുന്നു. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഇത് പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസമില്ലേ? നീ എന്നോട് ഇത് പറയരുതായിരുന്നു, എഴുതി തന്നാ മതിയായിരുന്നു അല്ലേ? ചില കാര്യങ്ങൾ എഴുതി കൊടുക്കണ്ടേ? പറയുന്നതിന് പകരം എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒരു വാട്സപ്പ് അയച്ചാ പോലെ. ഗോയാ, ഡോണ്ട് ആസ്ക് പെർമിഷൻ. നിങ്ങളുടെ ക്ലാസ് ആണിത്. ആ ചോദിക്കുമ്പോഴാ ശല്യം, ചോദിക്കാണ്ട് പോയാൽ ശല്യം ഉണ്ടോ? മനസ്സിലാവുണ്ടോ? അറിയാണ്ട് മിണ്ടാണ്ട് എഴുന്നേറ്റ് പോയാൽ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ അത് ചോദിക്കുമ്പോൾ അറ്റൻഷൻ അവിടെയും പോയി, എന്റെ സമയം പോയി, അയാളുടെ സമയം പോയി. അതുകൊണ്ട് ഒരിക്കലും ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചോദിക്കരുത്, കയറാനും ചോദിക്കരുത്. നിയമങ്ങൾ വേറെ കേട്ടോ, നിങ്ങളുടെ സ്കൂളിലൊക്കെ വേറെ ആയിരിക്കും. പക്ഷെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക, അപ്പോഴാണ് ശല്യം. അണ്ടർസ്റ്റുഡ്? ഞാനൊക്കെ ഓരോ ക്ലാസ്സും ഫ്രീ ആവുമ്പോൾ വേറെ ആരുടെയും ക്ലാസ് കയറിയിരിക്കും. കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ മലയാളം മാഷില്ല, ഹിന്ദിയാണ് ക്ലാസ്. അവിടെ മലയാളം ക്ലാസ് സെപ്പറേറ്റ്, ഹിന്ദി ക്ലാസ് സെപ്പറേറ്റ്. ഞാൻ അവിടെ പോയിരിക്കും. സർ, ഡോക്ടർ TPS, അത് മാറണം. ഇത് പണ്ടത്തെ മിലിറ്ററി നിയമവും ആണ് ഇപ്പോഴും സ്കൂളിൽ പോണേ. എനിക്ക് അവന് വിശക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനോട് ചോദിച്ചു, വിശക്കുണ്ടോ മോനെ? ചോദിച്ചില്ലേ? ഗോ എന്ന് പറഞ്ഞു. വിശക്കുമ്പോ അവൻ പോണം, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? അവന്റെ സമയം വേസ്റ്റ്. അവൻ ഭക്ഷണം കഴിച്ചു വന്നാലോ എളുപ്പമായി. അപ്പൊ അവിടെ ഒരു മോളുണ്ടായിരുന്നു, നോട്ട് എഴുതിയിട്ടില്ല. എന്റെ കുഞ്ഞവിടെ ആകെ ആദ്യം കൊണ്ടുവന്ന നോട്ട് പോയോളൂ. എവിടെ? ആരോ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ ആ നോട്ട് കൊണ്ടുവന്നത് കണ്ടില്ലേ? അപ്പൊ അവളെ ഞാൻ പിടിച്ചിട്ട് മുമ്പിൽ ഇരുത്തിയെന്ന് വിചാരിക്കും. ഇങ്ങോട്ട് പാടി ഇവിടെ ഇരിക്കും, ഫ്രണ്ടിലിരുന്നു വിചാരിക്കും. അവളവിടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. എന്തിനാ? പണ്ട് അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി എന്തിനാ അറിയോ? അത്യാവശ്യം വേഗം പോവാലോ വെച്ചിട്ട്. അപ്പൊ ഞാൻ പിടിച്ച് ഇവിടെ ഇരുത്തി. ഇനിയിപ്പോ പോവാൻ പറ്റാണ്ട്. ഇത്രയും സമയം ശ്രദ്ധിച്ചാൽ ഇല്ലാണ്ടാവും. ഇപ്പൊ ചിലപ്പോ നമ്മള് പിടിച്ചിരുത്തുമ്പോ എന്ത് പറ്റും? ശ്രദ്ധ പോവും. നമ്മൾ എവിടെയാണോ കംഫർട്ടബിൾ അവിടെ. ഓക്കെ. പക്ഷെ മിലിറ്ററിയിൽ അങ്ങനെയല്ല, നിർബന്ധമായിട്ട് നിൽക്കേണ്ടടുത്ത് നിന്നേ പറ്റൂ അല്ലേ? ഇപ്പൊ വളരെ കുറെ സമയം, ഇപ്പൊ ഞാനിപ്പോ 1 മണിക്കൂറാന്ന് വിചാരിക്കും. ഞാൻ ചില എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ഈ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത്. നീ എന്താ ഇങ്ങനെ നോക്കണം? ഉണ്ടക്കണ്ണി, ചപ്പി മൂക്കി, മത്സ്യം തിന്മവളെ. കേട്ടിട്ടുണ്ടോ? അത് പണ്ടൊരു കവിത എഴുതിയ ഏറ്റവും നല്ല ഒരു പെണ്ണിനെ വിവരിക്കുകയാണ്. നിന്നുടെ പല്ലു കണ്ടാൽ കുന്തത്തിൻ മുന പോലെ, നിന്നുടെ മൂക്കു കണ്ടാൽ പന്നിയുടെ മുഖം പോലെ. കേട്ടിട്ടുണ്ടാ കവിത? ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യണം? താങ്ക് യു. നിങ്ങളുടെ കുഴപ്പമാ കണ്ണിന്. നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ബ്യൂട്ടി സ്പോട്ട് ജനിക്കുമ്പോഴേ തന്നിട്ടുള്ള ഏക വ്യക്തി ഞാനാന്ന്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നതിൽ നീയാണ്
നീയാണ് ഏറ്റവും എന്ന് സ്വന്തം തോന്നും. മനസ്സിലായോ? ആരെന്ത് പറഞ്ഞാലും പക്ഷെ നീയാണ് ചെറ്റ. ചെറ്റ, എന്റെ ചെറ്റിങ്ങ. ആരെങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ചെറ്റപ്പുര എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അപ്പൊ ഇവള് ചെറുതാണെന്നല്ലേ ഞാൻ പറഞ്ഞത്? വല്ല തെറ്റും പറഞ്ഞു? അപ്പൊ ആരെങ്കിലും ചെറ്റാന്ന് വിളിച്ചാൽ എന്താ ചേട്ടാന്ന്? ചെറ്റെന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? എന്താ ചേട്ടാ. എന്റെ പേരെന്താ അറിയോ? എന്താ എന്താ ടി പി എന്ന് പറഞ്ഞാല്? ചോദിച്ചില്ല. തല്ലിപ്പൊളി. എന്താണ്? ആ, തല്ലെന്നെയാണ് അടി. അപ്പൊ തല്ലിപ്പൊളി എന്തായി? അടി. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലത്, തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശം. ഇങ്ങനൊരു ഭാഷയുണ്ടോ ലോകത്ത്? മനസ്സിലായോ? ഈ ക്ലാസ് ആകെ കൊളാക്കുഞ്ഞ്. എന്താക്കും? കൊളാക്കുന്ന എന്താ? കുളം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ശുദ്ധീകരിക്കുന്ന സ്ഥലമല്ലേ? ക്ലാസ് കൊളാക്കെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? അപ്പൊ ക്ലാസ് എങ്ങനെയാവണം? അപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് എങ്ങനെ? കൊളായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ക്ലാസ് കൊളായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്തായി? ശുദ്ധമായി. കുളത്തിൽ പോകുന്നത് അപ്പൊ ക്ലാസ് കൊള്ളാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? മലയാള ഭാഷക്ക് കുറേ വികലതയുണ്ട്, കുറേ വൈകല്യങ്ങളുണ്ട്. എന്താ കാരണം? മലയാള ഭാഷ ചെറിയ ഭാഷയാണ്, പുതിയ ഭാഷയാണ്. ഏറ്റവും പഴയ ഭാഷ ഏതാ? അല്ല, തമിഴാണ്. തമിഴാണ് സംസ്കൃതക്കാൾ. സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സംസ്കരിച്ചത് എന്നാണ്. മനസ്സിലായോ? സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കരിച്ചത്. അപ്പൊ അതിനു മുമ്പ് സംസ്കരിക്കപ്പെടാത്ത ഒരു ഭാഷയുണ്ടായിരുന്നു. അതേതാ? തമിഴ്. ഓക്കെ. ദ്രാവിഡന്മാരുടെ ഭാഷയാണ്. അതുകൊണ്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം, ADMK എന്നൊക്കെ കേൾക്കാം. ദ്രാവിഡന്മാരുള്ള സ്ഥലം തമിഴന്മാരാണ്. മനസ്സിലായോ? അവിടെ എന്താ പ്രത്യേകത? ക ഖ ഗ ഘ, ഒറ്റ കായേ ഉള്ളൂ. അറിയോ നിങ്ങൾക്കിത്? തമിഴ് ഭാഷയുടെ പ്രത്യേകത ക ഖ ഗ ഖ ഇല്ല, ഒരു ക മാത്രമേ ഉള്ളൂ. ഷ ഇല്ല, അതുകൊണ്ട് ശശി എന്ന് എഴുതാൻ പറ്റില്ല. എന്താ എഴുതുക? ചച്ചി എന്നാ എഴുതുക. പക്ഷെ വായിക്കുമ്പോ എങ്ങനെ വായിക്കണം? ശശി എന്ന് വായിക്കണം. എങ്ങനെ എഴുതണം? ചച്ചി എന്ന്. എങ്ങനെയാണ് തമിഴിൽ എഴുതുക? ലോക്കലായിട്ട് ഇങ്ങനെ എഴുതാം, കൃത്യമായിട്ട് എഴുതണം. നമ്മൾ മലയാളം എഴുതുമ്പോൾ അങ്ങനെ വളരെ ഇതല്ലാണ്ട് എഴുതൂലേ? ഇതാണ് ക, നമ്മുടെ ക പോലെ തന്നെ. ജ നമ്മുടെ ജ പോലെ തന്നെ. ഇപ്പൊ എഴുതാൻ പഠിക്കണം. ഞാൻ ഏത് ക്ലാസ്സിലാണ്? 7th ഞാൻ 7th പഠിച്ചതാ തമിഴ്. എഴുതാനും വായിക്കണം. ഇതാ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ. ഇത് വളരെ റഫായിട്ട് എഴുതുന്നതാണ്. ഇങ്ങനെ എഴുതരുത്. എഴുതി പഠിക്കും. ഇങ്ങനെ എഴുതണം. ഇതാണ് ച. മനസ്സിലായോ? ഒന്നും കൂടി എഴുതാം. എന്നിട്ട് ഇങ്ങനെ എഴുതിയ ചച്ചി. ഇതാണ് ശശി. മലയാളത്തിൽ എങ്ങനെയാ ശശി എന്ന് എഴുതുക? ഇതാണ് ശശി, മലയാളത്തിലെ ശശി. നീ നോക്കല്ലേ? നീ ഷെയ്ഡ് ചെയ്യപ്പോ കാണും. ഇപ്പഴല്ല, ഇതിനെ കൊണ്ടല്ല, പെൻസിലോട്ട്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ചെറ്റേ വേണ്ട. അപ്പൊ നമ്മൾ വാക്കുകൾ എങ്ങനെ ശരിക്ക് ശ്രദ്ധിക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ്. കൃഷ്ണൻ കുറേ ക്ലാസ് എടുത്തു. അർജുനൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് പറഞ്ഞു? നീ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ചോണ്ട, യുദ്ധം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കഥ പറയണം. ആർക്കെങ്കിലും ശ്രദ്ധ ഉണ്ടാവും? അപ്പൊ എന്ത് ചെയ്തു? കൃഷ്ണൻ പറഞ്ഞു ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഫോക്കസ്. പിന്നെ ഇതെല്ലാം പറഞ്ഞു, പക്ഷെ ഒന്നും നടപ്പാവില്ല. അർജുനൻ അടുത്ത കുറ്റം പറയാണ്, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഒന്നും എങ്ങനെ? കാറ്റ് നിർത്തുന്നത് പോലെയാണ്. കാറ്റ് പിടിച്ചു നിർത്താൻ പറ്റുമോ? അതുപോലെയാണ്. അപ്പൊ പറഞ്ഞു അഭ്യാസേന തു കൗന്ദേയ, നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ ഒന്ന് നിൽക്കും. ഇനി ഇങ്ങനെ പറയരുത്. ഇനി ഇങ്ങനെ പറയരുതെന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? ഇങ്ങനെ പറയരുത്. എന്നാലും ഈ സ്വഭാവം മാറില്ലേ? ഏത് മൃഗത്തിന് ജനിച്ചപ്പോ അത്? പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ അങ്ങനെ തലയാട്ട. പശുവിനോട് പറഞ്ഞ എന്ത് ചെയ്യും?
കണ്ട പശു? ഞാൻ പശുവിന്റെ അടുത്ത് സംസാരിക്കുന്ന ആളാ. പശു ഞാൻ പണ്ട് പിന്നെ ഉഴുതിട്ടൊക്കെ ഉണ്ട്, കൃഷിയുള്ള ആളാ നമ്മൾ. അച്ഛൻ കൃഷിക്കാരനാണ്. അപ്പൊ നെൽകൃഷി നടത്തുന്ന സമയത്ത് ഉഴുതണം. ഞാൻ ഇപ്പോഴൊന്നും ഇല്ലല്ലോ, കേരളത്തിലെ വളരെ ചുരുക്കല്ലേ. ഞാൻ ഔറംഗാബാദിലേക്ക് ബോംബെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, പണ്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട് ഈ പണി. വെറുതെ പറയാം. ഞാൻ കാർ നിർത്താൻ പറഞ്ഞു. ഉടനെ പാന്റ് പൊക്കി അവിടെ പോയി ആളോട് പറഞ്ഞു, ഹം കരേങ്കെ ദോ ബാർ ദേ ദേങ്കെ ക്യാ ബോൽക്കെ, 2 റൗണ്ട് മേ കർത്താവും. ഓ ലേലോ. അപ്പൊ അവിടുത്തെ ഭാഷ നമുക്കറിയാം. മഹാരാഷ്ട്രയിലാണ് പശുവോട് പറയാ. തൊട്ടറിയാം പശുവിന്. പശുവിന് മനസ്സിലാവും നമ്മൾ ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് ഒക്കെ. എവിടെ തൊടണം, എങ്ങനെ തൊടണം എന്ന് അറിയണം. എന്റെ ബ്രദർ ഡഫ് ആൻഡ് ഡം ആണ് ഒരാള്. ഐ ക്യാൻ സ്പീക്ക് ടു എനി ഡഫ് ആൻഡ് ഡം. ഇതൊക്കെ ഭാഷകൾ അറിയണം. തമിഴ് നന്നായിട്ട് പറയണം. എഴുതാനും വായിക്കാനും പഠിച്ചു. തെലുങ്ക് പഠിച്ചു, കന്നഡ പഠിച്ചു. നിങ്ങൾക്ക് എത്ര ഭാഷ പഠിക്കണം? ഇപ്പൊ 5 മിനിറ്റ് ഉണ്ട്. 4 ഭാഷ പഠിപ്പിക്കട്ടെ? യെസ്. ആരെടുത്ത് ഉപയോഗിക്കാം? എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ മലയാളം. ഇവിടെ, അവിടെ, എവിടെ പഠിച്ചോ? ഇവിടെ, അവിടെ, ഇധർ, ഉധർ, കിധർ. ആരോടെങ്കിലും ചോദിക്കാം ഹോട്ടൽ കിധർ, നോർത്ത് ഇന്ത്യ പോയാല് അവരോട് ഉധർ എന്ന് കാണിക്കോ ഇല്ലയോ? നമുക്ക് ശാപ്പാട് കിട്ടിയോ ഇല്ലേ? അപ്പൊ ഈ ഇധർ, ഉധർ, കിധർ എന്ന് ചോദിച്ചാൽ ആരോട് സംസാരിക്കാം? ഇങ്കെ, അങ്കെ, എങ്കെ, ഇല്ലി, അല്ലി, എല്ലി, ഇക്കടെ, അക്കടെ, എക്കടെ. കന്നഡ, തെലുഗു, തമിഴ്, ഹിന്ദി, മലയാളം. ഹിയർ, ദർ, വേർ. എളുപ്പം. ഇനി എന്ത് ചെയ്യാം? ഗൂഗിളിൽ പോവാം, ട്രാൻസ്ലേഷൻ പഠിക്കാം. ബംഗ്ല, ഗുജറാത്തി ഒക്കെ പഠിക്കാം. അമി ബംഗ്ല ബോൾച്ചി, ഞാൻ ബംഗ്ല പറയും. അമി ബംഗ്ല, ഞാൻ അമി ബംഗ്ല ബോൾച്ചി. തുമി കബർ ഖേച്ചോ, ഭക്ഷണം കഴിച്ചോ? കാമനച്ച്, സുഗാർ. 3-4 വാക്കുകൾ അറിഞ്ഞാൽ അവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും കേൾക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബംഗാളിൽ പോകും. എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു ബംഗാളി. ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രായത്തിൽ എത്ര ഭാഷകൾ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. നിങ്ങളുടെ കുറേ ബംഗാളികൾ ഉണ്ടാവും. അവരെത്ര എളുപ്പം മലയാളം പഠിച്ചത്. നിങ്ങളെന്താ ബംഗാളി പഠിച്ചില്ല? പഠിക്കണം. ഇപ്പോൾ തുടങ്ങുവൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ. ആജ്ഞാശക്തിയായി മാറിയിടാൻ. എന്തിന് ധീരത. ആ കവിതയുടെ പേരാണ് എന്തിന് ധീരത. ഓക്കെ. അതിനകത്ത് കുറെ റഷ്യൻ കവിത ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരുടെ കുറെ സംഭവമൊക്കെ അതിനകത്ത് വരും. അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഓക്കെ മഞ്ഞിൽ കൊച്ചിയിരുപ്പവരെ എന്നൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മൾ മഞ്ഞിലൊന്നും അല്ലല്ലോ. ഇപ്പൊ ഞാൻ ആ പാട്ട് പാടിയ മണ്ടത്തരല്ലേ? ഏതുപോലെ വാം വെൽക്കം. അല്ലെങ്കിൽ തന്നെ ചുട്ടിട്ടുള്ള മനുഷ്യനെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാ പറയുന്നത് വാം വെൽക്കം ടു യു. അർത്ഥം അറിഞ്ഞേ ഉപയോഗിക്കാവൂ. നമ്മൾ മണ്ടന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഫോളോവേഴ്സ്, മണ്ടന്മാരായിട്ടുള്ള കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ പേരെന്താണ്? ട്രെയിനേഴ്സ്. എന്താണ്? അങ്ങനെ മണ്ടന്മാരായ ബിസിനസ്മാരുണ്ട്. ഇപ്പൊ ഒരാളെ ട്രോൾ ചെയ്തോണ്ടിരിക്കുന്നു. ഇത് ധൈര്യത്തിലാ പറയും, മണ്ടന്മാർ തന്നെയാണ്. കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ എവിടെയെങ്കിലൊക്കെ മുമ്പ് റബ്ബർ വെട്ടിയിട്ടുണ്ടാവും. ട്രെയിനേഴ്സ് എന്ന അവരുടെ പേര്. എന്താണ്? എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്കാണ് ട്രെയിനർ. പട്ടീനെ ട്രെയിൻ ചെയ്യും. ഒരേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയാ. മനസ്സിലാവണ്ടോ പറയണേ? ട്രെയിനിങ് 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 എന്നുള്ള വാക്ക് തന്നെ അർത്ഥം എന്താണ്? റിപ്പീറ്റഡ്ലി ഡൂയിങ് ഇറ്റ്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രെയിനിങ് സെന്റർ എന്ന് പലയിടത്തും കാണാം. അറിവുണ്ടാവുമ്പോൾ നമ്മളത് മാറണം. നിങ്ങളെ ആരെയും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. സർ അല്ല, അഗൈൻ സ്കിൽ വണ്ടർഫുൾ. സ്കൂട്ടർ റിപ്പയർ ചെയ്യണമെങ്കിൽ ട്രെയിനിങ് സെന്ററാണ്. ട്രേഡ് ട്രെയിനിങ് സെന്ററാണ്. മനസ്സിലായോ? പക്ഷെ ഇത് ട്രെയിനിങ് അല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ.
ഫിനിഷ്ഡ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ട്രെയിനിങ് അല്ല, ശരിക്ക് നിങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങൾ ഉണ്ടാക്കണം അത്. വഴി ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുർഗതി എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ എന്താ പറ്റണോ അറിയോ? കുട്ടികളുടെ ശ്രദ്ധ ഇല്ലാണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും പേനയും പേപ്പർ താഴെ വെക്കും. നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും എൻ്റെ നമ്പർ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആർക്കും എൻ്റെ നമ്പർ അറിയുണ്ടാവും. അറിയോ? 10 നമ്പറാണുള്ളത്, ആണോ അല്ലയോ? 10 പേരെല്ലാം ഇങ്ങനെ പിടിക്കും. ഞാൻ ഒരു പ്രാവശ്യമേ പറയുള്ളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു പ്രാവശ്യമേ പറയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ചോന്ന പാട് വരും, ചിലപ്പോ പല്ല് തെറിച്ചും വരും. റെഡിയാണോ? യെസ് എന്ന് പറയോർക്കെ. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേസ് പോലും കൊടുക്കാൻ പറ്റില്ല. ഇനി അഥവാ കേസ് കൊടുത്താൽ ഇവിടുത്തെ പോലീസ് ഒന്നും വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരെക്കാളും മുകളിലായിട്ട് റിട്ടയർ ആയതാണ്. അണ്ടർസ്റ്റുഡ്? DGP ലെവലിലാണ് റിട്ടയർ ആയത്. ഇപ്പൊ സാധാരണ പോലീസ് വന്നാൽ എന്നെ പിടിക്കാൻ പറ്റില്ല. അതിന് മുകളിലാണ്. ഒരു പ്രാവശ്യമേ പറയുള്ളൂ. യെസ്. ഞാൻ കുറേ പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ട് 9502038875 എന്ന് 10 പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ പഠിക്കില്ല. പക്ഷെ അതേ സമയത്ത് മനസ്സിൽ ആക്കി റിപ്പീറ്റ് ചെയ്ത് കൂടെ പറയാൻ ഞാൻ സമയം തരും. ഫസ്റ്റ് 3 പറയുള്ളൂ, 6 ശബ്ദിക്കരുത്, ഉള്ളിൽ പറയാം. പിന്നെ 2 പറയും, അപ്പൊ 5 റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 3 പറയും, 8 റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 പറയും, എല്ലാം കൂടി ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഞാൻ വരും. മനസ്സിലാവുണ്ടോ? റെഡിയാണോ? ഒച്ച പോരാ. 950 റിപ്പീറ്റ് ഇൻ ടേൺ. 20 5 റിപ്പീറ്റ് ചെയ്യാം. 388 8 റിപ്പീറ്റ് ചെയ്യാം. 75 പഠിച്ചില്ലേ? ചെറിയൊരു സംശയം ഉണ്ടാവും. അടുത്തിരിക്കുന്ന ഇടത്തും വലത്തും ഒക്കെ ഉള്ള ആളോട് പറയും ഏതാ നമ്പർ. ബാക്കിലും മുമ്പിലൊക്കെ ഉള്ള ആളോട് പറയേ. അവരടുത്ത് ഒന്നും കൂടി ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കും. പഠിച്ചോ ഇല്ലയോ? പറയാ എത്രയാണ് നമ്പർ? നിങ്ങൾ വിചാരിച്ചോ ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കാൻ പറ്റും? നിങ്ങൾ വിചാരിച്ചോ? ഇപ്പൊ മനസ്സിലായി? നിനക്ക് എന്റെ അടുത്ത് കിട്ടുവട്ടി, അല്ലെങ്കിൽ നിന്നെ കാർപ്പറ്റിൽ വെച്ച് കാർപ്പറ്റ് വലിക്കും ഞാൻ. എന്തിനാ കാർപ്പറ്റ് വലിക്കുന്ന അറിയോ? എന്താ? മലന്നടിച്ചു വീഴും. കാർപ്പറ്റിൽ എത്തിയിട്ട് ഒറ്റ വലിക്കും. അങ്ങനെ മാഷന്മാരെയൊക്കെ ഞാൻ പണ്ട് പണിഷ് ചെയ്യാം. ഇങ്ങനെ മാഷന്മാർ ഇത് മാറണം. തെറ്റാണെന്ന് നമുക്ക് തോന്നി. സർ ഐസക് ന്യൂട്ടൺ, സർ CV രാമൻ, സർ ടാഗോർ ബ്രിട്ടീഷുകാർ കൊടുത്ത ടൈറ്റിലാണ്. അവരത് നിർത്തി. നിങ്ങളുടെ മക്കള്, നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന പിള്ളേര് നാളെ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഗൾഫിലോ ഷറഫൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയില് ബോസ് അമേരിക്കക്കാരനാന്ന് വിചാരിക്കും. സർ എന്ന് വിളിച്ചാൽ അവരുടെ ഓട്ടന്റെ വഴക്ക് പറയും. മനസ്സിലാവുണ്ടോ? അവര് മിസ്റ്റർ ജോൺ എന്നെ വിളിക്കാവൂ. നിങ്ങൾ എഴുതിയ എല്ലാ ഇംഗ്ലീഷ് ബുക്കും നോക്ക്, പേര് വിളിച്ചിട്ടാണ് പറയാറ്. നമ്മൾ പശുവിനെയും ആടിനെയും സിംഹത്തിനെയൊക്കെയുള്ള കഥകൾ എഴുതുമ്പോ നമ്മുടെ കഥകളില് കുറുക്കൻ സിംഹത്തെ സാർ എന്നാ വിളിക്കുന്നത്. എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കൂ. അത് ബ്രിട്ടീഷുകാർ പണ്ട് എഴുതിയിട്ടുള്ള ഇപ്പോഴും ഫോളോ ചെയ്യാണ്. ഐ ആം നോട്ട് സർ. ഹലോ എന്താ ഹലോ എന്ന് പറഞ്ഞ അർത്ഥം? ഹലോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഫോൺ കണ്ടുപിടിച്ച ആരാണ്? ഫോൺ ഗ്രഹാം ബെല്ലിന്റെ കാമുകിയുടെ പേരാണ്, വൈഫല്ല. മനസ്സിലായോ? നിങ്ങൾ അമ്മേനെയും വിളിക്കും ഹലോ. അതുകൊണ്ട് അത് പാടില്ല. നമ്മൾ ആരെടുത്താലും എന്നെ ഫോൺ വിളിച്ചാൽ ഡോക്ടർ TPSC ആണ്, ഞാൻ ഡോക്ടർ TPS ആണെന്ന് അങ്ങോട്ട് പറയില്ല. ഓക്കെ,
എന്തിനാ പറയണത്? അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നുള്ളതിന്റെ ഫസ്റ്റ് ഒരു ഹിന്റ് കൊടുക്കുക. മനസ്സിലായോ? വെരി കോൺഷ്യസ്. നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാവണം? കോൺഷ്യസ്. എന്തോ ചോദിക്കാൻ പോയി, മറന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ശ്രദ്ധ. എന്താ ചോദിക്കാൻ പോയത്? ആലോചിക്കൊന്ന്. ഗോ ബാക്ക്. ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. നിർത്തി റിപ്പീറ്റ് ചെയ്ത്. ആചാര്യാത് പാദമാദത്തെ. ആചാര്യാത് പാദമാദത്തെ. 1/4 പഠിക്കേണ്ടത് ആചാര്യനിൽ നിന്ന്. പാദം ശിഷ്യസ്വമേധയാ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വയം പഠിക്കുകയാണ്. പാദം സ ബ്രഹ്മചാരിഭ്യ. ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവരോട് പറയുന്നതിനാണ് എന്ത് പറയാ? ബ്രഹ്മചാരി. നമ്മുടെയൊക്കെ ധാരണ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിക്കാത്തതാണ്. അല്ല, ബാച്ചിലർ എന്നാണ്. ഇംഗ്ലീഷ് ആണോ അല്ലയോ? ബാച്ചിലർ ഓഫ് സയൻസ്. കല്യാണം കഴിക്കാത്ത സയൻസ് എന്നർത്ഥം. ബ്രഹ്മം ചരിക്കുന്നത് എന്നർത്ഥം. എന്താർത്ഥം? ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേറ്റിവിറ്റി. കുറെ ചോദ്യങ്ങള്. ക്യൂരിയോസിറ്റി. എന്താണ്? എന്താണെന്ന് ചോദിക്കുന്ന കഴിവിനെയാണ് അകത്തിരുന്ന് ആരായത് ചോദിപ്പിക്കുന്നത്? ബ്രഹ്മാവ്. നമുക്കൊക്കെ ഉണ്ടായിരുന്നു ആ ചോദ്യം. എവിടെ ഉണ്ടായിരുന്നു? എവിടെയാ ബലൂൺ? ഒരു ബലൂൺ ഒന്നുമല്ല. ഏത് കുട്ടികളും ബലൂൺ കണ്ട ഉടനെ എന്ത് ചെയ്യും? ഇതെന്താന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതെന്ത് നിറാന്ന് ചോദിക്കും. ഇതെന്ത് നിറാന്ന് ചോദിക്കും. ആ അറിയാനുള്ള അറിവിനെയാണ് എന്ത് പറയാ? ബ്രഹ്മം. എവിടെയാ ബ്രഹ്മാവ് ഇരിക്കണത്? ഹൃദയ. ഒറ്റ ബലൂൺ. ഇതുപോലെ ഒറ്റ ബലൂണാ. വേറൊരു ബലൂൺ ഉണ്ട്. ഒറ്റ ബലൂൺ. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം. ഹൃദയത്തിന്റെ ഉള്ളിൽ തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ കാണും. ഗുഹയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആരെ കാണും? ഭർത്താവിനെ കാണും. അല്ലെങ്കിൽ ഭാര്യനെ, അല്ലെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിനെ, അല്ലെങ്കിൽ അമ്മേനെ, അല്ലെങ്കിൽ അമ്മൂമ്മേനെ. അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആരെ കാണും? ബ്രഹ്മ. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ ഇതെന്താ അതെന്താന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും ചോദിക്കും. അപ്പൊ ടീച്ചർമാർ എന്ത് പറയും? കീപ് ക്വയറ്റ്, സൈലൻസ് പ്ലീസ്. അല്ലേ? എന്ത് മണ്ടന്മാരാ ടീച്ചർമാർ ചോദിക്കുന്ന പറയേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളാം പറയാം. മനസ്സിലായോ? ചോദ്യം ചോദിക്കുക, അതാണ് കഴിവ്. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം. ചോദിക്കാനുള്ള കഴിവാണ് നമുക്കുണ്ടായിരുന്നത്. അതുണ്ടാക്കലാണ് ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പിന്റെ ആവശ്യം. ഓക്കെ, ഞാൻ 100 ചോദ്യം എന്ന് പറഞ്ഞു. പിന്നെയും തുടർന്നു എഴുതിക്കൊണ്ടിരിക്കും. എന്തിനാണെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 12:30 അരമണിക്കൂറുണ്ട്. കുറേ ചോദ്യങ്ങൾ എഴുതുക. വ്യത്യസ്തമായ ചോദ്യങ്ങളാവണം, ആരും ചോദിക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആലോചിച്ച് എഴുതുക. Then we will take it up.